രജനികാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയാണ് പടയപ്പ. കെ.എസ്. രവികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇന്നും നിരവധി ആരാധകരുണ്ട്. ചിത്രത്തിൽ രമ്യകൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രം ഏറെ കയ്യടി വാങ്ങിയിരുന്നു. നടന്റെ പിറന്നാളോടനുബന്ധിച്ച് ചിത്രം ഇന്ത്യയിൽ ഒട്ടാകെ റിലീസ് ചെയ്തു. വൻപൻ വരവേൽപ്പാണ് ആരാധകർ സിനിമയ്ക്ക് നൽകിയത്. സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷനാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 കോടിയിലേറെയാണ് ആദ്യ ദിനം പടയപ്പ തിയേറ്ററിൽ നിന്ന് നേടിയത്. റിലീസിന്റെ രണ്ടാം ദിനം പ്രീ-സെയിൽ 1 കോടി കടന്നിരിക്കുകയാണ് ചിത്രം. രജനിയുടെ മുൻ റിലീസായ ബാബ 5.3 3 കോടിയും ദളപതി 3.1 കോടിയുമാണ് നേടിയത്. ആദ്യ വീക്കെൻഡിൽ തന്നെ ഈ കളക്ഷൻ പടയപ്പ മറികടക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. സിനിമയ്ക്ക് ഓവർസീസ് റിലീസ് ഇല്ലാത്തത് ആരാധകരുടെ നിരാശയാണ്. ഓവർസീസ് റിലീസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗില്ലിയുടെ റീ റിലീസ് കളക്ഷൻ പടയപ്പയ്ക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 32 കോടിയാണ് ഗില്ലി രണ്ടാം വരവിൽ നേടിയത്. ഇതിൽ പകുതിയും ഓവർസീസ് കളക്ഷനാണ്. പടയപ്പയ്ക്ക് ഓവർസീസ് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഗില്ലിയനെ പൂട്ടിയേനെ എന്നാണ് ആരാധകർ പറയുന്നത്. തിയേറ്ററിനകത്തെ ആഘോഷങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും രജനി ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. വമ്പൻ റിലീസാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ലഭിച്ചിരിക്കുന്നത്. രജനിയുടെ പഞ്ച് ഡയലോഗിനുമൊത്ത് ആർപ്പ് വിളിക്കലും ഗാനത്തിനൊത്ത് ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന തലവർ ആരാധകരെ വീഡിയോയിൽ കാണാം. തമിഴ്നാട്ടിൽ എല്ലാ റീ റിലീസ് റെക്കോർഡുകളും പടയപ്പ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടലും.